1-2 ടേക്ക് എടുത്തപ്പോഴാണ് ഈ മാജിക് ട്രിക്ക് എനിക്ക് വർക്കായത്. ഇതാണ് നമ്മുടെ കിച്ചൻ്റെ പുറത്തേക്കുള്ള വ്യൂ. നോർമലി ഇവിടെ കുറച്ച് കിളികളും പ്രാവും പ്ലെയിനും ഹെലികോപ്റ്ററൊക്കെ പോവും, പക്ഷെ ഇന്നൊന്നും കണ്ടില്ല. സാധാരണ ഈ ഓൾ സ്പൈസസ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. എന്നിട്ട് ഗരം മസാല ഒക്കെ വേണമെങ്കിൽ ഞാൻ തന്നെ പൊടിച്ചെടുക്കും. അതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്, കുറച്ചും കൂടി ഫ്ലേവർഫുള്ളായിട്ട്. കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് അധികം ചേർക്കേണ്ടി വരും. കുറച്ച് ASMR വീഡിയോ ആയാലോ. ഞാൻ ഈ സ്പൈസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഗീ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. കായപ്പൊടി, സാമ്പാർ പൊടി, പുളി അങ്ങനെയുള്ള സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. സേഫ്റ്റി വാൽവ് എക്സ്ട്രാ വെച്ചോല് നല്ല പണി കിട്ടും. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണി കുക്കിംഗ് റേഞ്ച് ക്ലീൻ ചെയ്യല. മൊത്തം ഗ്രില്ലും ഇതൊക്കെ എടുത്ത് മാറ്റി അയ്യോ ഒന്നും പറയണ്ട. ഇതെൻ്റെ സ്പെഷ്യൽ ദാൽ ഫ്രൈ. ദാൽ ഫ്രൈ ഒന്നും പറയാൻ പറ്റില്ല. പരിപ്പിൽ പടവലം ഇട്ട് വെച്ചത്. റെസിപ്പി ചോദിക്കണ്ട, കാരണം ഇതൊക്കെ അന്നേരത്തെ ഫ്ലോയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ തണുപ്പിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യൽ നല്ല ടാസ്ക്കാണ്. ഗീയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ ചെറിയ ബോട്ടിൽ ഗീക്കൊക്കെ നല്ലൊരു പൈസയാവും. പിന്നെ കോക്കനട്ട് ഓയിൽ സൺഫ്ലവറിനെക്കാട്ടി ബെറ്റർ ഒലീവ് ഓയിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, 0 കൊളസ്ട്രോൾ. സൺഫ്ലവർ ഓയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് പാൽപ്പൊടി വെച്ചിട്ട് എങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിച്ചത്. അതുവരെ പാൽപ്പൊടി യൂസ് ചെയ്യണത് ചായ ഉണ്ടാക്കാനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ തിന്നാനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഗ്രോസറീസൊക്കെ തീർന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ പോയി വീക്കെൻഡിൽ വാങ്ങി എല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നു. ഇത് നമ്മളിവിടെ ജയ യൂസ് ചെയ്യുക, ജയ അരി. അപ്പോൾ അത് കുക്കറിൽ 3 വിസിലുണ്ടെങ്കിൽ വേവും. പിന്നെ അത് കുറച്ചുകൂടെ നല്ലതാണ്, പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോവില്ല. പുട്ടുപൊടി കഴിഞ്ഞിട്ട് കുറേ ആയി, അപ്പോൾ ഓഫർ ഉണ്ടപ്പോൾ വാങ്ങി. ചോറ് നിർത്തിയിട്ട് ഗോതമ്പിലൊക്കെ ആയാലോ എന്നൊരു ആലോചന. പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ പത്തിരിപ്പൊടി വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം ദോശ ബാറ്റർ വാങ്ങുമായിരുന്നു ചെയ്യണത്. ഇപ്പം ഈ ദോശപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുക. അടിപൊളിയാണേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോക്കനട്ട് പൗഡർ. ഇത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. ഈ കസ്റ്റാർഡ് പൗഡർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ കിട്ടും, വേറെ കാര്യമൊന്നുമില്ല, വെറുതെ. വാനില ഐസ്ക്രീമിൻ്റെ പൗഡർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഫ്രഷ് മിൽക്ക് വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ശരിയെന്നാൽ വേറൊരു വീഡിയോ കാണാം. ടാറ്റാ.